അസാധാരണമായ വിലയ്ക്കും രുചിക്കും പേരുകേട്ട അപൂർവമായ ഒരു മാമ്പഴമാണ് ഇപ്പോൾ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. സൂര്യന്റെ മുട്ടകൾ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന പ്രശസ്തമായ മിയാസാക്കി മാമ്പഴമാണ് നമ്മുടെ താരം. അടുത്തിടെ കർണാടകയിലെ തീരദേശ ജില്ലയായ ഉടുപ്പിയിൽ ജോസഫ് ലോബോ എന്നയാൾ തന്റെ വീടിന്റെ ടെറസിൽ മിയാസാക്കി മാമ്പഴം വിജയകരമായി കൃഷി ചെയ്യുകയും പരിമിതമായ നഗര ഇടങ്ങളിൽ ആഡംബര പഴങ്ങൾ പോലും വളരുമെന്ന് തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ വിജയകഥ മറ്റുള്ളവരെയും വിദേശ വിളകൾ പരീക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. ജപ്പാനിൽ നിന്നാണ് മിയാസാക്കി മാമ്പഴം ഉത്ഭവിക്കുന്നത്. ഇതിന് വിലയും വളരെ കൂടുതലാണ്. കടും ചുവപ്പ് നിറം തന്നെയാണ് ഈ മാമ്പഴത്തെ വ്യത്യസ്തമാക്കുന്നത്. ഇതിന് അസാധാരണമായ മധുരവും മൃദുവായ ഉൾഭാഗവുമാണുള്ളത്. ആഡംബര പഴ വിപണികളിൽ ചിലപ്പോൾ ഇത് ശ്രദ്ധേയമായ വിലയ്ക്കാണ് വിൽക്കപ്പെടുന്നതും. അതും 1000-ഓ 10,000-ഓ അല്ല. കിലോഗ്രാമിന് 2.5 ലക്ഷം രൂപയാണ് ഈ മാമ്പഴത്തിന്റെ വില. അപൂർവ സന്ദർഭങ്ങളിൽ പഴത്തിന് 3 ലക്ഷം രൂപ വരെ വില വരാമെന്നും പറയുന്നു. ഈ മാമ്പഴം അതിന്റെ സ്വാഭാവിക കാലാവസ്ഥയിൽ അല്ലാതെ വളർത്തുന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ്. ശ്രദ്ധാപൂർവം പരിപാലിക്കുന്ന തോട്ടങ്ങളിലാണ് സാധാരണയായി ഇവ വളരുന്നത്. മാത്രമല്ല, ശക്തമായ സൂര്യപ്രകാശവും പോഷക സമൃദ്ധമായ മണ്ണും ഇവയ്ക്ക് നൽകേണ്ടതുണ്ട്. വളർച്ചയുടെ പ്രാരംഭഘട്ടങ്ങളിൽ ചെടിക്ക് നിരന്തരമായ നിരീക്ഷണവും വളരെ അത്യാവശ്യമാണ്. ഈ ആവശ്യകതകൾ കാരണം ചുരുക്കം ചില ആളുകൾ മാത്രമേ ഇത് വീട്ടിൽ വളർത്താൻ ശ്രമിക്കാറുള്ളൂ. ജോസഫ് ലോബോ തന്റെ ടെറസിൽ മിയാസാക്കി മാമ്പഴം വളർത്താൻ ശ്രമിച്ചു നോക്കാൻ തീരുമാനിച്ചപ്പോൾ മറ്റ് ഫലവൃക്ഷങ്ങളോടൊപ്പം തന്നെ അദ്ദേഹം ഈ ചെടിയെ പരിപാലിച്ചു. എന്നിരുന്നാലും മണ്ണിന്റെ പോഷണവും നനയ്ക്കുന്ന സമയവും അദ്ദേഹം ശ്രദ്ധാപൂർവം പാലിച്ചു. നിരവധി വർഷങ്ങൾക്ക് ശേഷം ചെടി ഒടുവിൽ വിജയകരമായി ഫലം കായ്ച്ചു. ആദ്യ വിളവെടുപ്പ് കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം ആസ്വദിച്ചത്. പിന്നീട് ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ പഴം അപൂർവമായ മിയാസാക്കി ഇനമാണെന്ന് തിരിച്ചറിഞ്ഞത്. ടെറസിലെ മിയാസാക്കി മാമ്പഴ കൃഷി നിരവധി ആളുകളെ അത്ഭുതപ്പെടുത്തി. ചെറിയിടങ്ങളിൽ ഇപ്പോഴും അപൂർവ ഫലവൃക്ഷങ്ങൾ വളർത്താൻ കഴിയുമെന്ന് ലോബോ ഇതിലൂടെ തെളിയിച്ചു. ഉയർന്ന താപനിലയുള്ള തീരദേശ കാലാവസ്ഥയാണ് സസ്യവളർച്ചയ്ക്ക് അനുയോജ്യം. ആവശ്യത്തിന് സൂര്യപ്രകാശവും ജൈവ മണ്ണും അത്യാവശ്യമാണ്. സസ്യവളർച്ചയ്ക്ക് ക്ഷമ അത്യാവശ്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. കാരണം ഫലം കായ്ക്കാൻ കുറച്ച് വർഷങ്ങളെടുക്കും. പതിവായി വെള്ളവും വളവും നൽകുന്നതും കീടനിയന്ത്രണത്തിനുള്ള പ്രകൃതിദത്ത രീതികളും സസ്യവളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ടെറസ് ഗാർഡനുകൾ നിരവധി പാരിസ്ഥിതിക നേട്ടങ്ങൾ നൽകുന്നുവെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. നഗരപ്രദേശങ്ങളിലെ ലാൻഡ്സ്കേപ്പിംഗ് വായുവിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും പരാഗണത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. പഴങ്ങളുടെ പ്രാദേശിക ഉൽപാദനം പരിസ്ഥിതി സുസ്ഥിരതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ലോകത്തിലെ ഏറ്റവും വിലയേറിയ മിയാസാക്കി മാമ്പഴം വളർത്താൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ആരോഗ്യമുള്ള ഒരു തൈ തിരഞ്ഞെടുക്കാം. കാരണം തൈകൾ വിത്തുകളേക്കാൾ ശക്തമാണ്. ചെടികൾക്ക് വേരുകൾ വികസിപ്പിക്കുന്നതിന് ഗ്രോ ബാഗുകൾ അനുയോജ്യമാണ്. അതിനാൽ വലിയ പാത്രം തന്നെ ഇതിന് ഉപയോഗിക്കാം. പോഷക സമൃദ്ധമായ മണ്ണിന്റെ മിശ്രിതം മാത്രം ഉപയോഗിക്കുക. ഇതിൽ വളരെ ഫലഭൂയിഷ്ഠവും കളിമണ്ണ് നിറഞ്ഞതുമായ സാധാരണ മണ്ണ് അത്യാവശ്യമാണ്. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് എന്തായാലും ഉറപ്പാക്കേണ്ടതാണ്. കാരണം മാമ്പഴ ചെടികൾക്ക് സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. സസ്യ സംരക്ഷണത്തിന് പ്രകൃതിദത്ത രീതികൾ മാത്രം ഉപയോഗിക്കുക. സസ്യങ്ങൾക്ക് ജൈവവളം അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷമയോടെ ഇരിക്കുക എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പഴങ്ങളിൽ ഒന്നാണ് മിയാസാക്കി മാമ്പഴം. ശ്രദ്ധയും ക്ഷമയും ഉണ്ടെങ്കിൽ ടെറസിൽ പോലും ഈ അപൂർവവും രുചികരവുമായ മാമ്പഴം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും.